പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന മലപ്പുറം പൊന്നാനി സ്വദേശിനിയുടെ പരാതിയിൽ മൗനം തുടരുകയാണ് സർക്കാർ. മുൻ SP സുജിത് ദാസ്, ഡിവൈഎസ്പി BV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും ഇതുവരെ കേസെടുത്തിട്ടില്ല. ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണ് സർക്കാർ എന്ന വിമർശനം ശക്തമാവുകയാണ്. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ആരോപണം ഉയർന്നു കഴിഞ്ഞു. അതിന് പിന്നാലെ എന്തുകൊണ്ട് സർക്കാർ മൗനം തുടരുന്നു എന്ന് തന്നെയാണ് ഇനിയുള്ള ചോദ്യം. മുൻ SP സുജിത് ദാസ്, BV ബെന്നി, ഒപ്പം CI വിനോദ് അടക്കമുള്ളവർക്കെതിരെ പരാതി ഉണ്ടായിട്ടും ഇതുവരെ കേസെടുത്തിട്ടില്ല. എന്താണ് ഈ ഒരു മൗനത്തിന് പിന്നിൽ? ശ്രുതി, തുളസി, ഇനി ഏകദേശം 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഈ വീട്ടമ്മ പരാതി നൽകിയിട്ട് 1 ദിവസം പിന്നിടുകയാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും, അതായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് മലപ്പുറത്ത് 2022 CA ആയിരുന്ന വിനോദ്, അതുപോലെ തന്നെ ആ സമയത്ത് DYSP ആയിരുന്ന ബെന്നി, അതുപോലെ തന്നെ SP-യും ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ള ഉദ്യോഗസ്ഥനുമായിട്ടുള്ള സുജിത് ദാസ്, ഈ 3 പേർക്കെതിരെയാണ് ബലാത്സംഗ ആരോപണം ഈ വീട്ടമ്മ നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകി 1 ദിവസം പിന്നിടുമ്പോഴേക്കും ഈ പരാതി എടുക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ളൊരു വിവരമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ PHQ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ അന്വേഷിക്കുമ്പോൾ നടപടി ഉണ്ടാകും എന്നുള്ളൊരു മറുപടി മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഒരു കേസ് എടുത്ത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോലീസ് പോയിട്ടില്ല. സംസ്ഥാന സർക്കാരും അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നു. എന്നിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് പോയിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരു പരാതി ഒരു യുവതി ഉന്നയിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുമെന്നുള്ളതാണ്. അത് ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും. പക്ഷേ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസ് പോയിട്ടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് നിലവിലുള്ളത്. നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് ഒരു സമാന്തര അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നുള്ളതാണ്. ആ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു വിവരം കൂടിയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മലപ്പുറം SP-ക്ക് DGP നിർദ്ദേശം നൽകും എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും വലിയ ക്രൂരത അല്ലെങ്കിൽ ഒരു വീട്ടമ്മയെ 3 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതി. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സുജിത് ദാസ് ആ സ്ത്രീയെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നു. ഈ പരാതിയിൽ ഇന്നലെ റിപ്പോർട്ടർ TVയുടെ മുന്നിലെത്തിയാണ്, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തിയാണ് ഈ വീട്ടമ്മ താൻ അനുഭവിച്ച യാതന, 2022 പകുതിയോടുകൂടി താൻ അനുഭവിച്ച യാതന ഓരോന്നായി എണ്ണി പറയുന്നത്. അതേ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കും DGP-ക്കും അതുപോലെ തന്നെ മലപ്പുറം SH മുതൽ ഇങ്ങോട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിലും കൃത്യമായി തന്നെ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും പോലീസും ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരാതിയിന്മേൽ കേസെടുക്കാത്തത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. ശ്രുതി, തുളസി. റിനു, നമുക്കറിയാം ഇതിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്. DYSP, CI ഉൾപ്പെടെയുള്ള SP ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ഈ ആരോപണം. അതും 2022 മുതൽ ഈ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി ആരോപിക്കുന്നത്. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ SP-ക്കെതിരായ ആരോപണത്തിൽ സർക്കാർ വളരെ വൈകിയ ഒരു നടപടി എടുക്കുന്നു. അതും വളരെ പരിമിതമായ ഒരു നടപടിയിലേക്ക് മാത്രം, സ്ഥലം മാറ്റം എന്നുള്ളതിലേക്ക് മാറി പിന്നീടും വളരെ വൈകിയാണ് സസ്പെൻഷനിലേക്ക് എത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഇത്രയധികം സമയം പിന്നിടുന്നു. റിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24 മണിക്കൂർ ആവുന്നു. ഈ സർക്കാർ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ ഈ ഒരു മൗനം? എന്തായിരിക്കും സർക്കാരിനെ എടുക്കുന്ന അടുത്ത നടപടി, റിനു? തീർച്ചയായും തുളസി, കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആരോപണ വിധേയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പരാതിയുടെ പ്രതിസ്ഥാനത്ത് എന്ന് പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമുക്കറിയാം SP സുജിത് ദാസിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സസ്പെൻഷനിലാണ് അദ്ദേഹം. മറ്റ് PV അൻവറുമായുള്ള ഫോൺ സംഭാഷണ കേസിലാണ് ഈ ഒരു നടപടി ഉള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സുജിത് ദാസിന് എതിരെ നടപടിയെടുക്കുന്നതിന് തൊട്ട് മുന്നോടിയായി DGP ഒരു വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ അതിൽ നടത്തി എന്നുള്ളതാണ് കാര്യം.
മലപ്പുറത്ത് അദ്ദേഹം SP ആയിരുന്ന കാലഘട്ടത്തിലെ ഫയലുകൾ കൃത്യമായി തന്നെ പരിശോധിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഉത്തരവുകൾ, അദ്ദേഹത്തിൻ്റെ യാത്രാരേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുവാൻ വേണ്ടി DGP തയ്യാറായി എന്നുള്ളതാണ്. ആ DGP അത്തരമൊരു പരിശോധന കൃത്യമായി നടത്തി ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കണ്ടെത്തിയ ക്രമക്കേടുകൾ, ഗുരുതര വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുകയും തുടർന്നാണ് മുഖ്യമന്ത്രി സുജിത് ദാസിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തത്. ആ സമാന രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ 8:30 മണിയോടുകൂടിയാണ് ഇമെയിൽ സന്ദേശം വഴി മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ വീട്ടമ്മ പരാതി നൽകുന്നത്. ഈ പരാതി നൽകി ഇന്നിപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഇനി മണിക്കൂറുകൾ മാത്രമാണ്, 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാത്രമാണുള്ളത്. ആ ഒരു സമയത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിനിടയ്ക്ക് കൃത്യമായി പരിശോധന നടത്തി സ്പെഷ്യൽ ബ്രാഞ്ചിന് ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് അന്വേഷിച്ച് കൃത്യമായി കേസെടുത്ത് മുന്നോട്ട് പോകാനേ കഴിയൂ. കാരണം അല്ലെങ്കിൽ ഈ സ്ത്രീ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പോലീസിന് അത് വലിയ തലവേദനയായി മാറും. പോലീസ് കൃത്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ കേസെടുക്കുന്നതിന് വേണ്ടി DGPക്കോ അല്ലെങ്കിൽ മലപ്പുറം SHOയ്ക്കോ നിർദ്ദേശം നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കേസിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ അല്ല ഇവിടെ ഏറ്റവും പ്രധാനം. ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്തരം താൻ അനുഭവിച്ച യാതനകൾ തന്നെ ബലാത്സംഗം ചെയ്തു എന്നടക്കമുള്ള ഒരു പരാതിയുമായി രംഗത്ത് വരുന്നു. ആ പരാതി കൃത്യമായി പോലീസ് രജിസ്റ്റർ ചെയ്തേ മതിയാകൂ, പോലീസ് കേസെടുത്തേ മതിയാകൂ, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ പോലീസ് എന്തുകൊണ്ട് ആരെ സംരക്ഷിക്കുവാനാണ് ഇത്തരം ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയം എല്ലാവർക്കും ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നടപടിയിൽ എല്ലാവർക്കും ദുരൂഹതയുണ്ട്, സംശയമുണ്ട്. ആരെങ്കിലും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണോ എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ആ സംശയം ദൂരീകരിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലുണ്ടാകും, കേസെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ് റിനു. എന്തായാലും ഇത്രയും ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നിട്ട് എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് മൗനം തുടരുന്നു, ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.